ഇപ്പം സമയം രാവിലെ ഒരു 6:30 മണിയായിട്ടുണ്ട്. അപ്പം നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴുണ്ടല്ലോ ഐശ്വര്യ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഗുരുവായൂരൊന്ന് പോയാലോ. അപ്പം ഞാനും 2 ദിവസം മുമ്പേ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഐശ്വര്യയ്ക്ക് ചുമയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട, പറയണ്ടെന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഐശ്വ ഇങ്ങോട്ട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ദാണ്ടെ രാവിലെ 6:45 എറണാകുളത്തു നിന്നുള്ള സ്പെഷ്യൽ ട്രെയിനുണ്ട് ഗുരുവായൂരേക്ക്. 5:45 ഉണ്ട്, 6:45 ഉണ്ട്. അപ്പം നമ്മൾ 6:45 ട്രെയിനകത്ത് പോകാനാണ് കേട്ടോ. നമ്മൾ ലേറ്റായി ഇറങ്ങിയപ്പം. അപ്പോൾ ദാണ്ടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ. ഇച്ചിരി തിടുക്കമായിരുന്നു, വെപ്രാളം പിടിച്ചിട്ട് ഇച്ചിരി വെപ്രാളം ഉണ്ടായിരുന്നു, കാര്യം സമയമായി. അപ്പം അതങ്ങനെ നിൽക്കുക. ഞങ്ങൾ വന്ന് നിന്നതും നമുക്കുള്ള ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ജിത്തു ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയിട്ട് ജിത്തു ഡ്യൂട്ടിക്ക് പോയി. ഇപ്പം ഞാനും ഐശ്വര്യയും വാവയും മാത്രമാണ് പോകുന്നത് കേട്ടോ. എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഒരു തിരക്കുമില്ല കേട്ടോ. ട്രെയിനകത്ത് ഇഷ്ടം പോലെ സ്ഥലമാണ്. അങ്ങോട്ട് പോകെ ആൾക്കാർ കയറുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ആലുവയിൽ നിന്ന് കയറുമ്പോഴും കുറച്ച് ഒരു 4-5 പേര് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇഷ്ടംപോലെ സ്ഥലവും ഒക്കെ ആയിട്ട് നമ്മൾ പോവുക കേട്ടോ. നമ്മളപ്പോൾ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ സ്നാക്സൊക്കെ മേടിച്ച്. അപ്പോൾ ഇത് ആലുവ ശിവക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാട്ടോ. എയർപോർട്ടായതേ. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സും ഒക്കെ കഴിച്ച് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം ട്രെയിനിൽ പോകുമ്പോൾ അടങ്ങി ഒരിടത്ത് ഇരിക്കുന്ന സ്വഭാവമല്ല. ഇപ്പം നടക്കണം, ആ ട്രെയിനിലായാലും നടക്കണം. പുള്ളിക്കാരത്തി മടിയിലൊന്നും ഇരിക്കത്തില്ല. എന്തായാലും കുഞ്ഞും സഹകരിച്ച് എന്തായാലും തൊട്ടപ്പുറത്തെ സീറ്റിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അതിനെ നോക്കിക്കൊണ്ടിരുന്ന് അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തിയിട്ട് ഒരു ഓട്ടോയിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അപ്പം വലിയ ആൾത്തിരക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല, തിരക്ക് കുറവ്. അപ്പോൾ ഞാനും പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് തൊഴുതിട്ടൊക്കെ ഇറങ്ങാം, തിരക്കൊന്നുമില്ല. ബുധനാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് ഞാൻ മോളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ കമ്പിക്കെട്ടിനകത്ത് ഉള്ള വരിയേ ഉള്ളൂ, അല്ലാതുള്ള വരി ഒന്നുമേ ഇല്ല. കമ്പിക്കെട്ടിനകത്ത് അത് എല്ലാ കമ്പിക്കെട്ടിലും ഇല്ലതാനും. ഒരു 4-5-6 കമ്പിക്കെട്ടിനകത്തുള്ള ആളേ ഉള്ളൂ. ഞങ്ങളും ഡയറക്റ്റ് ചെന്നു കമ്പിക്കെട്ടിനകത്ത് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിന്ന് 9 മണിക്ക് നമ്മൾ നിൽക്കാൻ തുടങ്ങിയ ഞങ്ങൾ ഒരു 12 മണി വരെ നിന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് മോള് ഭയങ്കര പ്രശ്നമായി, വരിക്ക് നിൽക്കത്തില്ല. അങ്ങനെ മോൾക്ക് ഇറങ്ങി ഓടണം. അങ്ങനെ പ്രശ്നമായപ്പോൾ ഞാൻ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചു എന്താണ് ഇങ്ങനെ. അന്നേരം പറഞ്ഞ് തിങ്കൾ ബുധൻ വെള്ളി ഈ 3 ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാം. കാര്യം ഒരുപാട് സ്പെഷ്യൽ പൂജകളുള്ള ദിവസമാണ്. എത്ര കണക്ക് പറയുന്നുണ്ട്, ഇത്രയും പൂജകളുള്ള ദിവസമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് ആൾക്കാരെ ഇച്ചിരി കയറ്റി തൊഴുതിട്ടിറക്കും. അത് 1000 രൂപ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരെ ആയിരിക്കും ആദ്യം കയറ്റുന്നത്. നമുക്കിങ്ങനെ നിൽക്കാം. ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഭഗവാനെ കണ്ട് തൊഴുത് എന്നിട്ട് വെളിയിൽ വന്നിട്ട് നമ്മൾ അന്നദാനം കഴിച്ചു കേട്ടോ. അന്നദാനം കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ഓട്ടോ, നമുക്ക് 1:30 ട്രെയിനാണ് തിരിച്ചിങ്ങോട്ട്. പെട്ടെന്നൊരു ഓട്ടോ പിടിച്ച് നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിൽ വന്നപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ട്രെയിൻ കിടക്കുന്നത്. ഭയങ്കര വെയിലും. അങ്ങനെ ഞങ്ങൾ വന്ന് കയറി. നല്ല തിരക്കുണ്ടായിരുന്ന ട്രെയിനകത്ത്. ഭയങ്കര പ്രശ്നമായിരുന്നു. കുഞ്ഞിന് ഇരിക്കാൻ വയ്യ, വെയിൽ, ക്ഷീണം എല്ലാം കൂടെ ആയിട്ട് പ്രശ്നമായിരുന്നു. ഇരിക്കത്തില്ല ട്രെയിനിൽ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. കാണുന്ന ഫ്ലാറ്റ് കണ്ടോ.